Hi all, welcome to Learnino. So നമ്മുടെ MCQ 4th സെഷനിലോട്ടാണ് നമ്മൾ കിടക്കുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാം. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം നോക്കുക, നമ്മുടെ അഡ്രസ്സിംഗ് മോഡ്സിനെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ നമുക്കറിയാം ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്, ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡ്, ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്, റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ്. ഇതിൽ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഏതാണ്? അറേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത്, അല്ലെ? ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. സോ ഇവിടെ അറേക്ക് നമ്മൾ അറിയാം ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെ? സോ നമുക്ക് 2A എന്നുള്ള ഒരു ഓപ്ഷൻ ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ഓക്കെ, സോ ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത് A പറയുന്ന ഓപ്ഷനിലോട്ട് നമ്മൾ മാപ്പ് ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മൾ എപ്പോഴും ഒരു എന്താ പറയാ മാച്ച് ഫോളോയിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഷുവർ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അപ്പൊ തന്നെ അത് മാർക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, സോ നമ്മൾ ഇതിനെ പിടിച്ചിട്ട് സോ നമ്മൾ ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡിൽ നമ്മൾ അറേക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഇപ്പൊ തന്നെ ആക്ച്വലി ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം 2A എന്ന് പറയുന്നത് ഓപ്ഷൻ ബിയിൽ മാത്രമേ ഉള്ളൂ. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, അല്ലെ? എന്നാലും നമുക്ക് അതല്ലാതെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിക് ഡേറ്റ, അല്ലെ? ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? സോ നമുക്ക് അത് സ്റ്റാറ്റിക് ഡേറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം എന്ന് പറയാം. ഇനി അതേപോലെ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് ആവുമ്പോഴോ, ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? കോൺസ്റ്റന്റ് വാല്യൂ രജിസ്റ്റേഴ്സിലോട്ട് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ നമ്മൾ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് ഉപയോഗിക്കുന്നത്, അല്ലെ? ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡിലാണ് നമ്മൾ ഹാഷ് വെച്ചിട്ട് #70 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രജിസ്റ്റർ ആണോ അതിലോട്ട് 70 എന്നുള്ള ഒരു വാല്യൂ പോകുന്നു, അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് യൂസ് ചെയ്യുന്നത്. ഇനി റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് എന്തിനാണ്? ബ്രാഞ്ചിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. സോ ഓപ്ഷൻ ബി ആണ് വരിക, അല്ലെ? ചോയ്സ് ബി ആണ് വരിക. സോ അങ്ങനെ നമ്മുടെ ടോട്ടൽ ആയിട്ട് ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അക്കോർഡിംഗ് ടു വോൺ ന്യൂമാൻ മോഡൽ ഡാഷ് ആർ സ്റ്റോർഡ് ഇൻ മെമ്മറി. നമുക്ക് ഇതിൽ ഒരു ഡൗട്ടും ഇല്ല, അല്ലെ? ഡേറ്റയും പ്രോഗ്രാമും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്, മെമ്മറിയിൽ തന്നെയാണ്. വോൺ ന്യൂമാൻ മോഡൽ അത് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, അല്ലെ? രണ്ടും കൂടെ അതിലാണ് സേവ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. നമ്മളിത് മുന്നേ ഇതേപോലത്തെ ചെയ്തതാണ്, അല്ലെ? നമുക്കിത് എങ്ങനെ വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാം കേട്ടോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ. ഇപ്പൊ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണ്? 4 സ്റ്റേജ് പൈപ്പ് ലൈൻ ആണ്. ഡിലേസ് തന്നിട്ടുണ്ട് 150, 120, 160, 140, അല്ലെ? അതേപോലെ രജിസ്റ്റർ ഡിലേ തന്നിട്ടുണ്ട് 5 നാനോ സെക്കൻഡ്സ് ആണ് എന്നുള്ളത്. ഓക്കെ, 1000 ഡേറ്റ ഐറ്റംസ് ആണ് നമുക്കുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ടൈം എത്ര എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് എന്താണ് ഫസ്റ്റ് ഗിവൺ സംഭവങ്ങൾ എഴുതാം. ഓക്കെ, 4 സ്റ്റേജുള്ള പൈപ്പ് ലൈൻ ആണ്. ഡിലേ ഓഫ് സ്റ്റേജസ് തന്നിട്ടുണ്ട്. ഡിലേ ഡ്യൂ ടു ഈച്ച് രജിസ്റ്റർ, അതായത് നമ്മുടെ രജിസ്റ്റർ ഡിലേ 5 നാനോ സെക്കൻഡ്സ് ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. 1000 ഡേറ്റ ഐറ്റംസിന് വേണ്ടിയിട്ടാണ് നമ്മളിത് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് അറിയാം. ഓക്കെ, സോ നമുക്കറിയാം സൈക്കിൾ ടൈമിന്റെ വാല്യൂ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? മാക്സിമം ഡിലേ വരുന്ന സ്റ്റേജ് ഏതാണോ അത്, ആ മാക്സിമം ഡിലേ പ്ലസ് അതിന്റെ രജിസ്റ്റർ ഡിലേ, അല്ലെ? അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ നോക്കൂ, ഏതാണ് തന്നിരിക്കുന്നതിൽ മാക്സിമം ഡിലേ വരുന്നത്? 160 ആണ്, അല്ലെ? സോ 160 plus 5 നാനോ സെക്കൻഡ്സ്, ദാറ്റ് ഈസ് 165 നാനോ സെക്കൻഡ്സ് വന്നു. ഓക്കെ, ഇനി നമുക്ക് 1000 ഡേറ്റ ഐറ്റംസ്, ഇതേപോലെ 1000 ഡേറ്റ ഐറ്റംസിന് നമുക്ക് കാണാനുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് 1000 ഡേറ്റ ഐറ്റംസിനെ കാണണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഡേറ്റ ഐറ്റമിന് കാണാൻ പറ്റുന്ന ടൈം പ്ലസ് ബാക്കി റിമൈനിങ് ആയിട്ടുള്ള 999 ഡേറ്റ ഐറ്റംസിന് എത്ര എടുക്കും എന്നാണ്. നമുക്കറിയാം ആദ്യത്തെ ഡേറ്റ ഐറ്റത്തിന് എടുക്കുന്ന ക്ലോക്ക് സൈക്കിൾ അല്ലെങ്കിൽ എന്താണ് പൈപ്പ് ലൈൻ ടൈം എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം, അല്ലെ? അതായത് 1 × 4 ക്ലോക്ക് സൈക്കിൾസ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, നമുക്കറിയാം ടൈം ടേക്കൺ ഫോർ ഫസ്റ്റ് ഡേറ്റ ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് 4 ക്ലോക്ക് സൈക്കിൾസ് ആണ് വരുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് 1 × 4 ക്ലോക്ക് സൈക്കിൾസ്, ആദ്യത്തെ ഒരെണ്ണേ ഉള്ളൂ. ഓക്കെ, അപ്പൊ 1 ഡേറ്റ ഐറ്റം, ഫസ്റ്റ് ഡേറ്റ ഐറ്റം ഇൻറ്റു 4 ക്ലോക്ക് സൈക്കിൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും.
ഇനി നമുക്ക് അത് കൂടാതെ 999 ഇത്രയും ഡേറ്റ ഐറ്റംസിന് എത്ര വരും എന്നാണ് നോക്കേണ്ടത്. അതിനെല്ലാം നമുക്കറിയാം നമ്മൾ ഒരു ക്ലോക്ക് സൈക്കിൾ വെച്ച് കൺസിഡർ ചെയ്യുള്ളൂ. അതിന്റെ റീസൺ ഒക്കെ നമ്മൾ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതായത് നമുക്ക് ഒരു 4 ക്ലോക്ക് സൈക്കിളിൽ ഒരു ഏതാണ് ഓപ്പറേഷൻ അത് തീരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പ്രോസസ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒപ്പം തന്നെ അടുത്തടുത്ത പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് വരും. സോ അവരൊക്കെ ഒരു ക്ലോക്ക് സൈക്കിൾ എടുക്കുള്ളൂ. അതുകൊണ്ടാണ് 999 എന്നുള്ള ഡേറ്റ് വാല്യൂ വരുന്നത്. സോ 1 into 4 പ്ലസ് 999 into 1. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 4 ക്ലോക്ക് സൈക്കിൾ അല്ലെങ്കിൽ ഈ പറയുന്ന ക്ലോക്ക് സൈക്കിൾ എത്രയാണ് നമ്മൾ എടുക്കുന്നത്? എത്ര ക്ലോക്ക് സൈക്കിൾ ആണ് എടുക്കുന്നത്? 165 ആണ് അല്ലെ. നമ്മൾ ഇതിന് മുന്നേ കണ്ടുപിടിച്ചിട്ടുണ്ട് 165 നാനോ സെക്കൻഡ്സ് ആണെന്നുള്ളത്. സോ 4 into 165 പ്ലസ് എത്ര വരുന്നുണ്ട്? 999 into 165 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 165.5 മൈക്രോ സെക്കൻഡ്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക. നമുക്ക് തന്നിരിക്കുന്നത് നാനോ സെക്കൻഡ്സിലാണ്, നമ്മുടെ ഓപ്ഷൻസിൽ മൈക്രോ സെക്കൻഡ്സ് ആണ്. സോ നമ്മൾ അതാണ് കണ്ടുപിടിക്കുന്നത്. 165.5 മൈക്രോ സെക്കൻഡ്സ് ആണ് വരുന്നത്. ഓക്കെ, ഇനി നോക്കൂ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. നോൺ പൈപ്പ് ലൈൻ സിസ്റ്റം ആണ്. അത് 50 നാനോ സെക്കൻഡ്സ് ആണ് ഒരു പ്രോസസ് ടാസ്ക് ചെയ്യാൻ എടുക്കുന്നത്. ഒരു ടാസ്ക് പ്രോസസ് ചെയ്യാൻ എടുക്കുന്നത് 50 നാനോ സെക്കൻഡ്സ് ആണ്. ഇനി അഥവാ നമ്മൾ പൈപ്പ് ലൈൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് 10 നാനോ സെക്കൻഡ്സ് എടുക്കുന്നുള്ളൂ. സ്പീഡപ്പ് റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ, 500 ടാസ്കിന് വേണ്ടിയിട്ടുള്ളത്. സോ നമുക്കറിയാം സ്പീഡപ്പ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ നോൺ പൈപ്പ് ലൈനിങ് യൂസ് ചെയ്തുകൊണ്ട് കിട്ടുന്നത് എത്ര ടൈമാണോ യൂസ് ചെയ്യുന്നത്, എത്ര ടൈമാണോ ഡിവൈഡഡ് ബൈ പൈപ്പ് ലൈൻ എക്സിക്യൂഷൻ എടുക്കുന്ന സമയമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ ആദ്യം എഴുതുക. TN ഈക്വൽ ടു 50 നാനോ സെക്കൻഡ്സ് അല്ലെ. നോൺ പൈപ്പ് ലൈനിങ്ങിന് 50 നാനോ സെക്കൻഡ്സ്, പൈപ്പ് ലൈൻ എക്സിക്യൂഷൻ ആണെങ്കിൽ 10, നമ്പർ ഓഫ് സ്റ്റേജസ് 6, നമ്പർ ഓഫ് ടാസ്ക് 500. സോ നമുക്ക് സ്പീഡപ്പ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? സ്പീഡപ്പ് ഈക്വൽ ടു ടൈം ഫോർ നോൺ പൈപ്പ് ലൈൻ ഡിവൈഡഡ് ബൈ ടൈം ഫോർ പൈപ്പ് ലൈൻ ആണ് അല്ലെ. സോ ടൈം ഫോർ നോൺ പൈപ്പ് ലൈൻ എങ്ങനെയാ കണ്ടുപിടിക്കുക? TN ഇസ് ഈക്വൽ ടു നമുക്കറിയാം TN ഇൻറ്റു അല്ലെ സ്മോൾ tn, അതായത് എത്ര ടൈം എടുക്കുന്നോ അതേ ഇൻറ്റു നമ്പർ ഓഫ് ടാസ്ക് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 50 ഇൻറ്റു 500 ചെയ്യുന്നു. ഓക്കെ, അതാണ് നമ്മളുടെ TN വാല്യൂ. ഇനി നമുക്ക് കാണേണ്ടത് TP വാല്യൂ. സോ നോക്കൂ, TP വാല്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് ടാസ്ക് ഇൻറ്റു K ഇൻറ്റു TP പ്ലസ് ഓൾ റിമൈനിങ് ടാസ്ക് അല്ലെ. നമ്മൾ കഴിഞ്ഞ ഇതിൽ നോക്കിയില്ലേ 999, അതെന്താണ് 1000 ഒരെണ്ണം ചെയ്യാനുള്ള ടൈം നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തു, പ്ലസ് ബാക്കിയുള്ള 999. അതേപോലെ ഇവിടെ എങ്ങനെയാണ് ഒരിടത്തിന്റെ ടൈം കണ്ടുപിടിക്കുക, പ്ലസ് ബാക്കി 499 എണ്ണത്തിന് എത്ര ടൈം എടുക്കുന്നു. ഓക്കെ, ഒരു ക്ലോക്ക് സൈക്കിൾ വെച്ചിട്ട് അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെ. അപ്പൊ ഫസ്റ്റ് ടാസ്ക് ഇൻറ്റു K ഇൻറ്റു TP പ്ലസ് ഓൾ റിമൈനിങ് ടാസ്ക് ഇൻറ്റു K മൈനസ് 1 ഇൻറ്റു TP. ഓക്കെ, സോ നമുക്കറിയാം നമ്പർ ഓഫ് സ്റ്റേജസ് എന്താണ്? 6 ആയിരുന്നു അല്ലെ. സോ ഫസ്റ്റ് ടാസ്ക് ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? ഈ ഒരു TPയുടെ വാല്യൂ കിട്ടും. ഓക്കെ, സോ TN ഡിവൈഡഡ് ബൈ TP ചെയ്യുന്ന സമയത്ത് നമുക്ക് 4.95 ആണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, സോ ചെയ്ത് നോക്കുക കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, ഇതെല്ലാം നമ്മൾ ചെയ്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഡാഷ് ബസ് സ്ട്രക്ചർ ഇസ് യൂഷ്വലി യൂസ് ടു കണക്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് നമ്മൾ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് സിംഗിൾ ബസ് ആണ്. ഓക്കെ, സിംഗിൾ ബസ് കണക്ഷൻ അല്ലേ വരുന്നുള്ളൂ. ഓക്കെ, ഇനി അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക കേട്ടോ. അതെല്ലാം ഫാക്ട്സ് ആണ്. ഇനി അടുത്തത്, while executing main program, if 2 or more interrupts occur, then sequence of appearance of interrupts is called. നമുക്ക് ഒന്നിൽ കൂടുതൽ ഇന്ററപ്റ്റ്സ് ഉണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും? നെസ്റ്റഡ് സ്ട്രക്ചറിലായിരിക്കും. അതായത് നെസ്റ്റഡ് ഇന്ററപ്റ്റ് ആൻഡ് ഇന്ററപ്റ്റ് വിത്തിൻ ഇന്ററപ്റ്റ്. ഓക്കെ, ആ ഒരു രീതിയിലായിരിക്കും ഈ ഒരു ഇന്ററപ്റ്റ്സ് കാണപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, while CPU is executing a program and interrupt exists, then it dash. ഒരു CPU എക്സിക്യൂട്ട് ചെയ്തിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കും ഒരു പ്രോഗ്രാം. ഒരു ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബ്രേക്സ് ദ നോർമൽ സീക്വൻസ് ഓഫ് എക്സിക്യൂഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, നോർമൽ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫ്ലോയിനെ നഷ്ടപ്പെടുത്തുകയാണ് ഇന്ററപ്റ്റ്സ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, when referring to instruction words, ന്യൂമോണിക് ഇസ്. ന്യൂമോണിക് എന്താണ്? നമുക്കറിയാം. ഇപ്പൊ ആഡ് ആണെങ്കിൽ ADD, അല്ലെങ്കിൽ സബ് ആണെങ്കിൽ SUB അല്ലെ. അഡീഷന് വേണ്ടിയിട്ട് ADD കൊടുക്കുന്നു, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ആണെങ്കിൽ MUL,
ഓക്കെ, അതേപോലെ ലോഡ് ആണെങ്കിൽ LD, സ്റ്റോർ ആണെങ്കിൽ ST. അങ്ങനെ നമ്മൾ ന്യൂമോണിക്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അതെന്താണ് ആക്ച്വൽ ഓപ്പറേഷൻസ് എന്താണ് പെർഫോം ചെയ്യേണ്ടത് അതിന്റെ ഷോർട്ട് അബ്രിവിയേഷൻ ആണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. Which registers can interact with secondary storage? Secondary storage ആയിട്ട് ആർക്കാണ് interact ചെയ്യാൻ പറ്റുക? മെമ്മറി അഡ്രസ് രജിസ്റ്ററിന് അല്ലെ. അഡ്രസ് കണ്ടുപിടിക്കുന്നതുകൊണ്ട് മെമ്മറി അഡ്രസ് രജിസ്റ്ററിനാണ് സെക്കൻഡറി സ്റ്റോറേജ് ആയിട്ട് interact ചെയ്യാൻ പറ്റുന്നത്. Next question, processor performing fetch or decoding of instructions during the execution of another instruction. നമുക്ക് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, അപ്പൊ തന്നെ വേറെ ഇൻസ്ട്രക്ഷന്റെ ഫെച്ചിങ്ങും ഡീകോഡിങ്ങും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? പൈപ്പ് ലൈനിങ് ആണ് അല്ലെ. പൈപ്പ് ലൈനിങ് കൺസെപ്റ്റ് നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഇത് എളുപ്പമാണ്. ഇനി in designing a computer's cache system, the cache block or cache line size is an important parameter. Which one of the following statement is correct in this context? Okay, നമുക്കറിയാം എന്താണ് ബ്ലോക്ക് സൈസ് അല്ലെങ്കിൽ cache line. cacheന്റെ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ cache line എന്നും പറയപ്പെടുന്നു. അപ്പോൾ അതിന് ബന്ധപ്പെട്ടിട്ടുള്ള ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്, ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. സ്മോളർ ബ്ലോക്ക് സൈസ് ഇൻകേഴ്സ് ലോവർ കാഷ് മിസ് പെനാൽറ്റി. ഓക്കെ, ബ്ലോക്കിന്റെ സൈസ് കുറയും തോറും കാഷ് മിസ് പെനാൽറ്റിയും കുറവായിരിക്കും. ഓക്കെ, അപ്പൊ അതെല്ലാം പഠിച്ചു വെക്കുക. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് MCQ സെഷനിൽ പഠിക്കാനുള്ളത്. എല്ലാ ക്വസ്റ്റ്യൻസും തനിയെ എഴുതി വെച്ച് പഠിക്കുക, റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അറിയാത്ത ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, then താങ്ക് യു.